കാമ്പുള്ള 2 പുസ്തകങ്ങളും മുരളി മലയാളത്തിന് നൽകി. നാട്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിനയം എന്ന അനുഭവത്തെ വിശദീകരിക്കുന്നതായിരുന്നു അഭിനയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകം. അഭിനേതാവും ആശാൻ കവിതയും എന്ന കൃതിയിൽ കുമാരനാശാന്റെ കവിതകളിലെ നടന്റെയും നടനത്തിന്റെയും സാധ്യതകളെ നടൻ എന്ന നിലയിൽ വായിച്ചെടുക്കുകയായിരുന്നു മുരളി. വ്യത്യസ്തനായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മുരളിയെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അനുസ്മരിച്ചു. സിനിമാ നടൻ എന്നുള്ളതിനപ്പുറമായിട്ടുള്ള ഒരു വ്യക്തിത്വവും അതിനപ്പുറമുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു നിലപാടും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു മുരളിക്ക് വളരെ ആഴത്തിലുള്ള വായനയുണ്ടായിരുന്നു. നല്ല പരപ്പിലും ആഴത്തിലുമുള്ള വായനയുണ്ടായിരുന്നു. നല്ല എഴുതാനുള്ള കഴിവ്, ഒന്നാന്തരമായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, വളരെ നമുക്ക് അസൂയ തോന്നത്തക്കത്തുള്ള ഒരു നല്ല ശബ്ദത്തിൻ്റെ ഉടമ, ഇങ്ങനെ പല സിദ്ധികൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. എന്ന് മാത്രമല്ല, മുരളി ചെയർമാനായിരുന്ന കാലമാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കേരള സംഗീത അക്കാദമി ഇത്രയും സജീവമായത്. ഇത്രയധികം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയധികം ഒന്നാന്തരം പരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നാടക സിനിമാ പ്രേമികളുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ അതുല്യ പ്രതിഭ. അങ്ങനെയാണ് കവി ONV കുറുപ്പ് മുരളിയെ അനുസ്മരിക്കുന്നത്. മലയാള സിനിമയുടെ കഷ്ടകാലം എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്. മുരളിയുടെ ചരമം ഈ അടുത്ത കാലത്ത് അന്തരിച്ച സിനിമയിലെ മറ്റു ചില വേണ്ടപ്പെട്ടവരുടേതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതവും വളരെ അകാലത്തും വന്നുയർന്നതാണ്. അദ്ദേഹം ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും മറ്റുമുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്ത ഇന്ന് രാവിലെ വായിച്ചതേ ഉള്ളൂ. പക്ഷേ അത് ഇത്രയും ഒരു അപകടത്തിലേക്ക്, അന്ത്യത്തിലേക്ക് തന്നെ നയിക്കുന്നതാണ് എന്ന് ഒട്ടും കരുതിയില്ല. ഈ രാമായണ മാസത്തിൻ്റെ അന്ത്യത്തിൽ തന്നെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു. മുരളി തീർച്ചയായിട്ടും മലയാള നാടക ചരിത്രത്തിലും മലയാള സ്റ്റേജിൻ്റെ ചരിത്രത്തിലും സ്ക്രീനിൻ്റെ ചരിത്രത്തിലും തീർച്ചയായിട്ടും സ്വന്തമായ ഒരിടം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, നേടിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഇവിടെ ഉണ്ടാവും. മായാത്ത ഒരു സുവർണ മുദ്രയായി മുരളിയുടെ ഓർമ്മ ഇവിടെ ഉണ്ടാവും. നടൻ മമ്മൂട്ടിയുടെ അനുസ്മരണം. നല്ല ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് വളരെ എളുപ്പം കൂടെ അഭിനയിക്കാൻ പറ്റിയ ആളായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അദ്ദേഹം അഭിനയത്തിൽ. ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നു. ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻസ് വളരെ എളുപ്പമായിരുന്നു. അത് വളരെ എല്ലാ നടന്മാർക്കൊന്നും ചിലപ്പോൾ സാധിച്ചു പറ്റില്ല. അതായത് കോൺട്രിബ്യൂട്ടറി ആക്ടിങ്, നമ്മളൊരു നടൻ്റെ അഭിനയം മറ്റൊരു നടനങ്ങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രയോജനപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഒരാളായിരുന്നു മുരളി. ഇനി ഒരുപാട് നല്ല സിനിമകൾ, നല്ല വേഷങ്ങൾ അഭിനയിക്കേണ്ട ആളായിരുന്നു മുരളി. ഇപ്പം എന്തിനാ മരിച്ചതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. മുരളിയുടെ അഭിനയകല പൗരുഷത്തിന്റെ കലയായിരുന്നുവെന്ന് സുകുമാർ അഴീക്കോട് അനുസ്മരിച്ചു. അദ്ദേഹം എന്നും യൗവനത്തിന്റെ പ്രതീകമായിരുന്നുവെന്നും അദ്ദേഹം ഓർക്കുന്നു. നടൻ എന്ന നിലയിലും അല്ലാതെയും തനിക്ക് വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു മുരളിയെന്ന് KPSC ലളിത അനുസ്മരിച്ചു. ഓരോ കഥാപാത്രത്തെയും വ്യത്യസ്തമായി ചെയ്യുന്ന നടനായിരുന്നു മുരളിയെന്നും ലളിത ഓർക്കുന്നു. എനിക്കറിയില്ല, കുറെ പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അമരത്തിൽ എന്റെ ഭർത്താവായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് വെങ്കലത്തിൽ എന്റെ മകനായിട്ട് അഭിനയിച്ചു. പിന്നെ ചമയത്തിൽ അഭിനയിച്ചു. അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മുരളി. പിന്നെ അല്ലാതെ തന്നെ കുറെ പടങ്ങൾ, എല്ലാ പടത്തിലും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് മുരളി ചെയ്തിട്ടുള്ളത്. വ്യക്തിപരമായിട്ടും ഒരു നടനം എന്നുള്ള നിലയിലും ഒന്നും എനിക്ക് കൂടുതൽ പറയാനില്ല മുരളിയെ പറ്റി. സഹയാത്രികൻ കൂടിയായിരുന്നു മുരളിയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മുരളിയുടെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ ശക്തമായ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ എന്നെന്നും ജീവിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ചലച്ചിത്ര രംഗത്തും നാടകരംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു മുരളിയെന്ന് മന്ത്രി NK പ്രേമേന്ദ്രൻ അനുസ്മരിച്ചു. മലയാളത്തിന്റെ മറക്കാൻ കഴിയാത്ത അഭിനയ തികവായിരുന്നു മുരളിയെന്ന് മന്ത്രി ബിനോയ് വിശ്വം ഓർമ്മിച്ചു.
ഹൃദയബന്ധങ്ങളെ വിലപ്പെട്ടതായി കാത്തുസൂക്ഷിച്ച പ്രിയ സുഹൃത്തിന്റെ വേർപാടിൽ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തി. മലയാള നാടകവേദി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത അതുല്യ നടനായിരുന്നു മുരളിയെന്ന് മന്ത്രി ജി സുധാകരൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ അകാല ചരമത്തിൽ എനിക്ക് അഗാധമായ അനുശോചനമുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് ഞാൻ ആറ്റിങ്ങളിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ മനോരമ വീക്കിലെ ദിലീപ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം സീരിയസ് ആയി PRS ഹോസ്പിറ്റലിലാണെന്ന് അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ അസുഖം പിടിപെട്ടു. ഉടൻ തന്നെ ഞാൻ PRSുമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ മുരുകനുമായി ഡിസ്കസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു, അതിപ്പോ തൽക്കാലം നിന്നും ആശ്വാസകരമാണ് എന്ന് പറയാമെങ്കിലും വളരെ ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. രാത്രിയിൽ വന്ന് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. രാത്രി അതുകൊണ്ട് കണ്ടില്ല. പക്ഷെ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയും അന്ത്യയാത്ര പറയുകയുമാണ് ചെയ്തത്. അഗാധമായ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. പുരോഗമന ആശയങ്ങളെ അഭ്രപാളികളിൽ എത്തിച്ച നടനായിരുന്നു മുരളിയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അനുസ്മരിച്ചു. കാവ്യ സംസ്കാരത്തിലും കേരളത്തിന്റെ തനതായ കരുത്താകെ തെളിയിച്ച തികഞ്ഞ ഒരു കലാകാരനായിരുന്നു. താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും തൻ്റെ അഭിനയ കലകളിൽ കൂടി അപ്രപാളികളായാലും നാടകവേദികളായാലും ഒരു പുതിയ അനുഭവം പകർന്നു തരികയും ഏതു സന്ദർഭത്തിലായാലും നാടകീയ മുഹൂർത്തങ്ങളിൽ അനുവാചകനുമായി സമ്മതിക്കാനും കഴിയുന്ന കരുത്ത് അപാരമായി തന്നെ എന്നും നമ്മൾ ഓർക്കും. കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു എല്ലാ അർത്ഥത്തിലും അത് ഉൾക്കൊള്ളുകയും അതിൽ കൂടെ നിൽക്കുകയും ഞാനിപ്പോഴും പറയാറുള്ളത് എന്തുകൊണ്ട് മുരളി നമ്മൾ നായകനായിട്ട് മുരളിയെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ മുരളി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു സിനിമ നടനല്ല മുരളി. ഒരു സാധാരണ മലയാളി, ഒരു പച്ച മനുഷ്യൻ. ആ എല്ലാ നന്മകളും മുരളിക്കുണ്ടായിരുന്നു, എല്ലാ അറിവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയവരെ എവിടെയോ ഒരു ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളായിരുന്നു മുരളി. ഒരു ഏകാന്തത, എവിടെയോ ഒരു ഒറ്റപ്പെടൽ ആ മനുഷ്യനുണ്ടായിരുന്നു. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും പുള്ളി ഈ മനസ്സ് തുറക്കാതിരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു സൗഹൃദം മാത്രമല്ല, നമുക്ക് ഒരു കഥ ആലോചിക്കുമ്പോൾ മനസ്സിൽ വരാറുള്ള ഒരു മുഖം, ഒരു മനസ്സ്, ഒരു നല്ല സുഹൃത്ത് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നടൻ ജയറാമും പാർവതിയും മുരളിയെ ഓർക്കുന്നു. എത്രയോ സിനിമകൾ, എനിക്കത് എല്ലാം പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് തൂവൽ കൊട്ടാരത്തിലെ തമ്പുരാനെയും കാരുണ്യത്തിലെ എൻ്റെ അച്ഛനെയും അല്ലെങ്കിൽ ഇരട്ടക്കുട്ടികളുടെ ഡോക്ടറെയും, അങ്ങനെ കുറേ സിനിമകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പകരം വെക്കാനില്ലാത്തൊരു നടനാണ്. നല്ലൊരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്ത സിനിമകളിലൊക്കെ നമുക്ക് വേണ്ട ഒരു ചെറിയ അനുജനെ പോലെ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ആക്ടറെ പോലെ നമുക്ക് തരുന്ന വലിയ വലിയ ഉപദേശങ്ങൾ തന്നിരുന്നു. അതൊക്കെ മാക്സിമം പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ നല്ല ആളുകളെ, നല്ല മനസ്സുള്ള ആളുകളെ അല്ലെങ്കിൽ പകരം വെക്കാനില്ലാത്ത ആളുകളെയാണ് ദൈവം നമ്മളിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. ഈ അടുത്തായി ഒരുപാട് പേര്, ലോകേട്ടനായാലും രാജേട്ടനായാലും എല്ലാവരെയും എന്തിനാണ് അത്ര ക്രൂരമായിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് തോന്നിപ്പോകും. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല അദ്ദേഹം സുഖമില്ലാണ്ട് കിടക്കാമെന്ന്. ഞാൻ വിളിക്കുന്നത് മാഷെന്നാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ കണ്ടത് ഒരു 2-3 വർഷം മുമ്പായിരുന്നു. അപ്പോൾ കൂടെ എപ്പോഴും എന്നെ ഞാൻ ആ മാഷെന്ന് വിളിക്കുന്നതിൻ്റെ ആ എല്ലാ അർത്ഥത്തിലും എന്നെ ഒരു സ്റ്റുഡൻ്റായിട്ടല്ല, എന്നെ ഒരു കുട്ടിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. എപ്പോഴും എത്രയോ പടങ്ങൾ ഞങ്ങളൊന്ന് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് ലിബർട്ടി ഉണ്ടായിരുന്നു. എന്ത് പറയാനായാലും കളിയാക്കാണെങ്കിലും തിരിച്ച് കളിയാക്കാനും. ശരിക്കും ഞാൻ ഇന്നിപ്പോൾ ജയറാമിൻ്റെ അടുത്ത് പറയായിരുന്നു, ഞങ്ങളൊരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നൈറ്റ് ഷൂട്ടിങ് ഒരുപാട് പോയി. അപ്പോൾ ഭയങ്കര ദേഷ്യം കരച്ചിലും ഒക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ മാഷ് എന്നെ വന്ന് കളിയാക്കിയെന്നും പറഞ്ഞിട്ട് ഞാൻ മാഷിൻ്റെ 2 കൈയും പിച്ചി കീറി കളഞ്ഞു. എന്നിട്ട് പോലും എന്നോട് ആ തമാശനെടുത്ത് അമ്മയുടെ അടുത്ത് പോയി കളിയാക്കി ചിരിക്കുകയും അങ്ങനെയായിരുന്നു. അങ്ങനെ ചെറിയൊരു കുട്ടിയായിട്ട് എന്നെ ട്രീറ്റ്. സംവിധായകൻ പ്രിയനന്ദൻ മുരളിയെ അനുസ്മരിക്കുന്നു. പ്രിയനന്ദന്റെ നെയ്ത്തുകാരൻ എന്ന സിനിമയിലെ അപ്പമേസ്തിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മുരളിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയിരുന്നു. പ്രിയന്റെ പുലിജന്മം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രത്തെയും മുരളിയാണ് അവതരിപ്പിച്ചത്. എപ്പോഴും നമ്മൾക്കൊരു പിന്താങ്ങൽ അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എപ്പോഴും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമകൾ ആലോചിക്കണം, കണ്ടെത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സമീപിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരാളെ സമീപിക്കുമ്പോൾ
ഇത്രയേറെ ഒട്ടനവധി സിനിമകളിൽ നിലനിൽക്കുകയും ഒട്ടനവധി ചലച്ചിത്ര പ്രതിഭകളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ ഒന്നും ആഗ്രഹിക്കാതെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കുന്നതിൽ വലിയൊരു കരുത്തുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു വളരെ അർത്ഥപൂർണ്ണമായിട്ടുള്ളൊരു പ്രമേയവും അതുമായി കടന്നു ചെന്ന് വളരെ സത്യസന്ധമായ രീതിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റാവുന്നൊരു ഇടം അത് വളരെ നഷ്ടപ്പെട്ടതിൻ്റെ ശൂന്യത എനിക്ക് എന്നെ പേഴ്സണലായിട്ട്